ഹലോ മിസ്. അങ്ങനെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ശുഭ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ്. നമുക്കറിയാം, ആദ്യ 7 മത്സരങ്ങളിൽ കൂടെ 3 ജയം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഗുജറാത്ത് ടൈറ്റൻസ്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കളി മാറി. അവസാന 5 മത്സരങ്ങളും തുടർച്ചയായി ജയിച്ച് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും 16 പോയിന്റുമായി ഓൾമോസ്റ്റ് പ്ലേ ഓഫ് ഉറപ്പിക്കാനും ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചു. ഇന്നലത്തെ മത്സരത്തോടുകൂടി അഹമ്മദാബാദ് ഒരുപിടി റെക്കോർഡുകളും സാക്ഷ്യം വെച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഏറ്റവും ലോവസ്റ്റ് ടോട്ടലാണ് ഇന്നലെ അഹമ്മദാബാദിൽ അടങ്ങിയത്. സൺറൈസേഴ്സിന്റെ ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് മാർജിനും കൂടിയായിരുന്നു 82 റൺസ് ബൈ റൺസ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബിഗ്ഗസ്റ്റ് വിൻ മാർജിനും ഇന്നലത്തെ മത്സരത്തിൽ 82 റൺസിന്റെ ആ ഒരു ബിഗ്ഗസ്റ്റ് വിൻ മാർജിൻ ബൈ റൺസ്. 4 ഓവറിൽ വെറും 28 റൺസ് മാത്രം വിട്ടുകഴിഞ്ഞ് സൺറൈസേഴ്സിന്റെ 3 വിക്കറ്റുകൾ എടുത്ത കാഗിസോറോബയുടെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ജേസൺ ഹോൾഡറിന്റെ പ്രകടനം. 4 ഓവറിൽ വെറും 20 റൺസ് മാത്രം വിട്ടുകഴിഞ്ഞ് 3 വിക്കറ്റ് നേടിയ ജേസൺ ഹോൾഡറും കിടിലൻ ബോളിംഗ് ആണ് ഇന്നലെ ഗുജറാത്തിന് വേണ്ടി കാഴ്ചവെച്ചത്. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി പോലും ഇങ്ങനൊരു പെർഫോമൻസ് പുള്ളി നടക്കേണ്ടാവില്ല എന്ന് തോന്നുന്നു. അമ്മാതിരി ഫോമിലാണ് നമ്മുടെ ജേസൺ ഹോൾഡർ. ശരിക്കും ജേസൺ ഹോൾഡറിൻ്റെ ഒക്കെ ഒരു കംബാക്കിലാണ് ഗുജറാത്ത് നല്ലൊരു ക്ലച്ച് പിടിച്ച് ഒരു വിൻ സ്ട്രിക്ക് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം മത്സരത്തിലേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടോസ് നേടിയ സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഗുജറാത്തിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. പവർ പ്ലേയിലെ 3-ാം ബോളിൽ തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി പ്രഫുൽ ഹിംഗെ സൺറൈസേഴ്സിനൊരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. പിന്നീട് 1 ഡൗണായി വന്ന ജോസ് ബട്ട്ലറേയും പവർ പ്ലേയിലെ അവസാന ഓവറിൽ പ്രഫുൽ ഹിംഗെ തന്നെ പുറത്താക്കി ഗുജറാത്ത് ടൈറ്റൻസിനെ പവർ പ്ലേയിൽ തന്നെ തകർച്ചയിലേക്ക് തള്ളിവിടുക എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട്ലർ ഒരു അനാവശ്യ ഒരു ഷോർട്ട്നെസ് വെച്ചാണ് പുറത്തായത്. അതായത് ഒരു റിവേഴ്സ് കൂപ്പ് അടിക്കുന്ന ശ്രമത്തിനിടെ ബാറ്റിലൊരു നേരിയൊരു ഫെദർ ടച്ച് ചെയ്ത് കീപ്പറിൻ്റെ കൈകളിലെത്തായിരുന്നു. ബട്ട് അത് അമ്പയർ അത് ഔട്ടല്ല എന്ന് വിളിച്ചെങ്കിലും പിന്നെ ഒരു സൺറൈസേഴ്സ് റിവ്യൂ കൊടുത്തപ്പോൾ ചെറിയൊരു ഫെദർ ടച്ച് അതിലുണ്ടായിരുന്നു. അങ്ങനെ അത് ബട്ട്ലർ ഔട്ടായി പോയിരുന്നു. അങ്ങനെ ഈ സീസണിലെ പവർ പ്ലേയിലെ ഏറ്റവും ലോവസ്റ്റ് സ്കോർ കളിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ പവർ പ്ലേ അവസാനിപ്പിക്കുകയായിരുന്നു. ഇവിടെ 34 റൺസ് മാത്രമാണ് ഗുജറാത്തിന് പവർ പ്ലേയിൽ നേടാനായത്. പിന്നീട് വന്ന നിഷാന്ത് സിംഗും അതുപോലെ തന്നെ സായ് സുദർശനും ചേർന്ന് ഗുജറാത്തിനെ ആ ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നശിച്ചെടുക്കുകയായിരുന്നു. 3-ാം വിക്കറ്റിൽ ഇരുവരും കൂടി 38 റൺസാണ് കൂട്ടിച്ചേർത്തത്. പവർ പ്ലേക്ക് ശേഷമാണ് ഗുജറാത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 6 കണ്ടത്. അത് നിഷാന്ത് സിംഗുടെ വക. എന്നാൽ നിഷാന്ത് സിംഗിനെ പുറത്താക്കി ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് സൺറൈസേഴ്സിന് വീണ്ടും ഒരു ബ്രേക്ക് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് വാഷിംഗ്ടൺ സുന്ദറും സായ് സുദർശനും ചേർന്ന് നടത്തിയ 4-ാം വിക്കറ്റിൽ 60 റൺസിന്റെ കൂട്ടുകെട്ടും ഗുജറാത്ത് ബാറ്റിങ്ങിന്റെ അടിത്തറ പാകിയെന്ന് പറയാം. ഇരുവരും ചേർന്ന് 60 റൺസാണ് ഗുജറാത്തിന് വേണ്ടി നേടിയത്. എന്നാൽ 17-ാം ഓവറിന് സാക്കിബ് ഹുസൈൻ സായ് സുദർശനെ വീഴ്ത്തി ഗുജറാത്തിന്റെ ആ ഒരു 4th വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്യായിരുന്നു. സായ് സുദർശൻ ഇന്നലെ 44 പന്തിൽ 5 4 2 6 ഉൾപ്പെടെ 61 റൺസ് എടുത്ത് ഗുജറാത്തിന്റെ ടോപ്പ് സ്കോററായി മാറുകയായിരുന്നു. പിന്നീട് വന്ന ജേസൺ ഹോൾഡർ പിടിച്ച് വാഷിംഗ്ടൺ സുന്ദർ ഗുജറാത്ത് സ്കോർ 150 കടത്തി. ഇരുവരും ചേർന്ന് 5-ാം വിക്കറ്റിൽ 40 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. അവസാന ഓവറിൽ വാഷിംഗ്ടൺ സുന്ദർ പുറത്തായാലും ഗുജറാത്തിന് ഒരു ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചിട്ടാണ് വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തിന്റെ ദൗത്യം ഇന്നലെ അവസാനിപ്പിച്ചത്. 31 പന്തിൽ 7 4 1 6 ഉൾപ്പെടെ 50 റൺസാണ് ഇന്നലെ വാഷിംഗ്ടൺ സുന്ദർ ഗുജറാത്തിന് വേണ്ടി നേടിയത്. അങ്ങനെ ഗുജറാത്തിന് ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു സ്കോർ, അതായത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നൊരു തരത്തിലേക്ക് ഗുജറാത്ത് സ്കോർ എത്തിച്ചത്. സൺറൈസേഴ്സിന് വേണ്ടി സൺറൈസേഴ്സ് ബോളർമാരൊക്കെ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. പാറ്റ് കമിൻസ് 4 ഓവറിൽ 20 റൺസ് മാത്രം ഇട്ട് 1 വിക്കറ്റ് എടുക്കുകയും അതുപോലെ തന്നെ പ്രഫുൽ ഹിംഗെ സാക്കിബ് ഹുസൈൻ എന്നിവർ 2 വിക്കറ്റ് വീതം നേടുകയും ചെയ്തു. അങ്ങനെ ഗുജറാത്തിന്റെ ഈ ഒരു സ്കോർ ഈസിയായി മറികടക്കാനുള്ള ആത്മവിശ്വാസത്തിലാണ് സൺറൈസേഴ്സിനെ പവർ പ്ലേയിൽ തന്നെ തകർത്തെറിയുന്ന കാഴ്ചയാണ് കണ്ടത്. പവർ പ്ലേയുടെ ആദ്യ ഓവറിൽ തന്നെ ട്രാവിസ് ഹെഡിനെയും 2-ാം ഓവറിൽ അഭിഷേക് ശർമ്മയും 4-ാം ഓവറിൽ ഇഷാൻ കിഷനെയും അതുപോലെ തന്നെ പവർ പ്ലേയിലെ അവസാന ഓവറിൽ സ്മരൺ രവിചന്ദ്രനെയും എന്നീ 4 മുൻനിര സൺറൈസേഴ്സ് ബാറ്റർമാരെ കൂടാരം കയറ്റിയ കാഗിസോറോബയുടെയും മുഹമ്മദ് സിറാജും ശരിക്കും സൺറൈസേഴ്സിന്റെ പവർ പ്ലേയിൽ തന്നെ കഥ കഴിച്ചു എന്ന് പറയാം. ഗുജറാത്തിന് വേണ്ടി പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റ് സ്വന്തമാക്കിയ കാഗിസോറോബ തന്നെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത്. അങ്ങനെ 32-ന് 4 എന്ന നിലയിലേക്ക് സൺറൈസേഴ്സ് തകർന്നു വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ GTയുടെ പവർ പ്ലേയർ സ്കോറായ 34 ഏകദേശം ആ സ്കോറിൽ തന്നെ സൺറൈസേഴ്സിന്റെ സ്കോറും വന്നു. പിന്നീട് ഹെൻറി ക്ലാസും സലീൽ അറോയും ചേർന്ന്
സൺറൈസേഴ്സിനകത്തൊരു തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി നോക്കിയെങ്കിലും പ്രസിദ്ധ് കൃഷ്ണയും ജേസൺ ഹോൾഡറും ചേർന്ന ആ ഒരു രക്ഷാകര ശ്രമത്തൊക്കെ അവസാനിപ്പിക്കുകയായിരുന്നു. അവസാന പ്രതീക്ഷയായ നിതീഷ് കുമാർ റെഡ്ഡിയും വീണതോടുകൂടി സൺറൈസേഴ്സ് ഏകദേശം പരാജയം ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ 67 എന്ന നിലയിലേക്ക് സൺറൈസേഴ്സ് ബാറ്റിംഗ് നില കൂപ്പുകൂട്ടി. 19 റൺസുള്ള ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആണ് ഇന്നലെ സൺറൈസേഴ്സിന്റെ ടോപ്പ് സ്കോറർ ആയത്. ക്യാപ്റ്റനായ ഞാനെങ്കിലും ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കേണ്ടതെന്ന് കരുതിയിട്ടായിരിക്കും പുള്ളി ഇന്നലെ ആ ഒരു സ്കോർ അടിച്ചത്. അതായത് 2 6 ഒരു 4 ഉൾപ്പെടെ 9 പന്തിൽ 19 റൺസ്. അങ്ങനെ 86 റൺസിന് സൺറൈസേഴ്സിന്റെ കഥ കഴിച്ച് GT പോളേഴ്സ്മാരുടെ കിടിലൻ ബോളിംഗ് പ്രകടനം. അങ്ങനെ ഗുജറാത്തിനെ തോൽപ്പിച്ച് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാനുള്ള സൺറൈസേഴ്സിന്റെ മോഹം അവിടെ അവസാനിക്കുകയായിരുന്നു. ഗുജറാത്തിന് വേണ്ടി ഇന്നലെ മികച്ച ബോളിംഗ് പ്രകടനമാണ് ഗുജറാത്തിന്റെ എല്ലാ ബോളർമാരും കാഴ്ചവെച്ചത്. എസ്പെഷ്യലി KK ത്രിപാഠിയും ജേസൺ ഹോൾഡറും എന്നീ 2 ബോളർമാരുടെ കാര്യം എടുത്തത്. KK ത്രിപാഠി ഇന്നലെ 4 ഓവറിൽ 28 റൺസ് മാത്രം ഇട്ട് തുടങ്ങി 3 വിക്കറ്റ്. അതുപോലെ ജേസൺ ഹോൾഡർ ഇന്നലെ 4 ഓവറിൽ 20 റൺസ് മാത്രം ഇട്ട് തുടങ്ങി 3 വിക്കറ്റ്. പിന്നെ മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണനും ഇരുവരും അത്യാവശ്യം. മുഹമ്മദ് സിറാജ് 3 ഓവറിൽ ഒരു മെയിലിനടക്കം വെറും 11 റൺസാണ് വിട്ടുകൊടുത്തത്. അതുപോലെ 1 വിക്കറ്റ് എടുക്കാൻ സാധിച്ചു. പ്രസിദ്ധ് കൃഷ്ണ ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് നമ്മൾ വന്നത്. 3 ഓവറിൽ കൂടി 23 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടി. പിന്നെ മെയിൻ ഗുജറാത്തിൻ്റെ തുറുപ്പ് ചീട്ടായ റാഷിദ് ഖാൻ ഇന്നലെ ഒരു ഓവർ പോലും പൂർത്തിയാക്കേണ്ടി വന്നില്ലേ. കാരണം അപ്പോഴേക്കും സൺറൈസേഴ്സിൻ്റെ കഥ കഴിഞ്ഞു. അവസാന വിക്കറ്റ് റാഷിദ് ഖാൻ എടുത്തതെന്നാണ്. കാരണം സൺറൈസേഴ്സിന് അടുത്ത 2 മത്സരങ്ങൾ ഇന്ന് ചെന്നൈയും അതുപോലെ തന്നെ ബാംഗ്ലൂരുമായിട്ടാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മത്സരം ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനാവും. അപ്പോൾ ഒരു കിടിലൻ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ ഗുജറാത്ത് ടൈറ്റൻസിന് അടുത്ത 2 മത്സരങ്ങൾ KKR CSKയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു 2 മത്സരങ്ങളും ജയിച്ച ഒരു പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അതുപോലെ തന്നെ ക്വാളിഫയർ 1 കളിക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഇനിയുള്ള കളി. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും